നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മാർക്കറ്റിൽ വിലക്കുറവിൽ കിട്ടുന്ന ഏതാനും ETF-കളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരു ബിഗിനറാണ് സ്റ്റോക്ക് മാർക്കറ്റിലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്വാളിറ്റിയുള്ള അസറ്റുകൾ വിലക്കുറവിൽ വാങ്ങി വിലക്കൂടുതൽ വിൽക്കുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് മോശമില്ലാത്ത റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ETF-കൾ ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ETF-കൾ വിലക്കുറവിൽ വാങ്ങി വില കൂടുതൽ വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ETF ഏതാണ്? എംഒ റിയാലിറ്റി ETF ആണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വരുന്ന ETF ആണ്. അപ്പോൾ ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ETF-ൻ്റെ വില എത്രയാണ്? 91 എന്ന പ്രൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 113 എന്ന് പറഞ്ഞ ഹൈയിൽ നിന്ന് നമുക്ക് 91 കിട്ടുന്നത്. നമ്മൾ ഈ ഒരു 91 എന്ന റീജിയണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കണ്ടാണെങ്കിലും നമുക്കൊരു ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ 25% പ്രോഫിറ്റ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇൻ കേസ് ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ അറിയാം. ഇത് നല്ലൊരു സപ്പോർട്ട് റീജിയനാണ് 80 എന്നുള്ള റീജിയനിൽ. അവിടെ വീണ്ടും നമുക്ക് ആവറേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളോട് ആവറേജ് ചെയ്യാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ഗ്യാരണ്ടീഡ് റിട്ടേണും കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കൂളായിട്ട് നമുക്ക് മോശമില്ലാത്ത റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരു ബിഗിനേഴ്സിന്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ETF-ൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വോളിയം ഉണ്ട്, നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരു ETF ആണ്. നമുക്ക് 108 കോടി രൂപയാണ് ഇതിൻ്റെ അകത്ത് ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ 2024 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 10 സ്റ്റോക്സ് ആണ് ഈ ഒരു ETF-ലുള്ളത്. ഫണ്ട് മാനേജറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു DLF, ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഫോണിക്സ് ലിമിറ്റഡ്, പ്രസ്റ്റീജ്, ഒബ്രോയ് റിയാലിറ്റി, ബ്രിഗേഡ്, ആനന്ദ് രാജ്, ശോഭ, റെയ്മണ്ട് ഇങ്ങനെയുള്ള കമ്പനികളിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ETF. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ETF-കളൊക്കെ വാങ്ങി വിൽക്കാനും എല്ലാത്തിനും ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ ആക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെയും അപ്സ്റ്റോക്സിൻ്റെയും ലിങ്ക് ഉണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ ETF ആണ് സ്മോൾ ക്യാപ്പ്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ETF-ൽ നമുക്കറിയാം ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 54 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈയിൽ നിന്ന് നമുക്ക് 45 കിട്ടുന്നത്. ഇവിടെ ഒരു 20% പ്രോഫിറ്റ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ ഒരു 54 എന്നുള്ള റീജിയനിൽ ഫ്യൂച്ചറിൽ വരുമ്പോൾ വിൽക്കണോ? വേണ്ട. അവർക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം ഇങ്ങനൊരു ETF. അപ്പം ഒരു ഷോർട്ട് ടൈമിലൊക്കെയാണ് അവർ എക്സിറ്റ് ആകുന്നതെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് വെച്ച് സിമ്പിളായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 54 വരുന്ന സമയത്ത് നമുക്ക് വിൽക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പം മറ്റൊരു രീതിയിലും പ്ലാൻ ചെയ്യാം. ഇങ്ങനൊരു പോയിന്റിൽ എൻട്രി എടുത്ത് ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേനും ഹാഫ് ക്വാണ്ടിറ്റി വിറ്റ് ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടേതായ ഐഡിയ ആണ്. ഇത് ഇൻ കേസ് താഴോട്ട് വരുവാണെങ്കിൽ 39 എന്ന റീജിയൻ അത് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത റീജിയൻ ആണ്. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് ആവറേജ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പോയിന്റാണ്. ഇപ്പോൾ ഈ ഒരു ETF-നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും നല്ലൊരു ട്രേഡിംഗ് വോളിയം, അതുപോലെ തന്നെ 658 കോടി രൂപ ഇതുവരെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി വന്നിട്ടുണ്ട്. മിറാസെ അസറ്റിൻ്റെയാണ് ഈ ഒരു മിറാസെ അസറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു ETF ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 100 സ്റ്റോക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 2024 സ്റ്റാർട്ട് ചെയ്ത് ഫണ്ട് മാനേജറിൻ്റെ പേര് കാണാം. എക്സ്പെൻസ് റേഷ്യോ ഇയർലിയിൽ 0.47% ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ 100 കമ്പനിയല്ല, ആദ്യത്തെ ഒരു 10 കമ്പനികളാണ് ഞാനിവിടെ ഷോ ചെയ്തിരിക്കുന്നത്. MCX, NH, മണപ്പുറം, CDSL, ഗോദ്രേജ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ്, റിഡിങ്ടൺ, ക്യാംസ്, PGEL, ആംബിയർ, PNB ഹൗസിംഗ്. ഇതാണ് മേജറായിട്ടുള്ള കമ്പനികൾ. നമ്മൾ ഇടുന്ന എമൗണ്ട് കൂടുതലായിട്ടും ഈ ഒരു കമ്പനികളിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള കുറേ സ്മോൾ ക്യാപ് കമ്പനീസും താഴോട്ട് ഉണ്ട്. ടോട്ടൽ 100 കമ്പനീസ് അടങ്ങുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ ഓപ്ഷനിൽ വന്ന് നമുക്ക് ഹെഡ്ജ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനോ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സമയമുള്ള അനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക. സമയമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത കമ്പനിയാണ് വരുന്നത് ITBs.
അടുത്ത ETF ആണ് IT സെക്ടറിലെ ETF ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു 27% പ്രോഫിറ്റ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈ 49.50 എന്ന റീജിയൻ ആയിരുന്നു. നമുക്കിപ്പോൾ 38 രൂപയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. നമുക്ക് ഇൻ കേസ് ഇത് താഴോട്ട് ഇനി പോന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 34 എന്ന റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. നമുക്കിവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്ത റീജിയൻ ആണ്. 34 എന്ന് പറഞ്ഞ റീജിയൻ നല്ലൊരു റീജിയൻ ആണ്. ഇൻ കേസ് അതിനും താഴെ ഒരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ നമുക്ക് കാണുന്നത് 27-28 എന്ന റീജിയൻ, അതും നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു റീജിയനിൽ നിന്ന് ഫ്യൂച്ചറിൽ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 25-30% റിട്ടേൺ ഇവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ആവറേജ് ചെയ്യാൻ നമുക്ക് ETF-കൾ കുറച്ചും കൂടെ ആവറേജ് ചെയ്യാം. കാരണം എന്താണ്, ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നവരെന്താണ് ചെയ്യുന്നത്, ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ETF-ൽ എൻട്രി എടുത്തതിന് ശേഷം അത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ആവറേജ് ചെയ്യാം. ഇൻ കേസ് ആവറേജ് ചെയ്യേണ്ടാത്തവരാണെങ്കിൽ അവർ ആവറേജ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാം. അപ്പം ഒന്നിച്ച് വരെ ETF-ൽ ഫുൾ എമൗണ്ട് ഇടാതെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ക്യാപിറ്റലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല ETF-കൾ ഇടുക, വിലക്കുറവിൽ കിട്ടുന്ന ETF-കളിൽ. അതിനുശേഷം വില കൂടുന്നതനുസരിച്ച് വിറ്റ് നമുക്ക് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ 50% വിറ്റ് എക്സിറ്റ് ആവാം. ബാക്കിയുള്ളത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അപ്പം നമ്മുടേതായ ഐഡിയ ആണ്. ഇപ്പോൾ ഈ ITBSന് നല്ലൊരു വോളിയം, ട്രേഡിംഗ് വോളിയം ഏറ്റവും കൂടുതൽ ഇവിടെയാണ് വരുന്നത്. 46-47 ലക്ഷം ട്രേഡിംഗ് വോളിയം ഡെയിലി വരുന്നുണ്ട്. നിപ്പോൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് ETF ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2020 2438 കോടി രൂപ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. 10 കമ്പനികളാണ് വരുന്നത്. എക്സ്പെൻസ് റേഷ്യോ 0.22 വളരെ കുറവാണ്. അധികം എക്സ്പെൻസ് റേഷ്യോ ഇല്ല ഈ ഒരു ETF-ന്. ഇൻഫോസിസ്, TCS, HCL ടെക്, ടെക് മഹീന്ദ്ര, വിപ്രോ വലിയ കമ്പനികളാണ്, ലാർജ് ക്യാപ് കമ്പനികളാണ് വരുന്നത്. കോഫോർഗ്, പെർസിസ്റ്റൻറ്റ്, LTIM, മൈൻട്രി, എംഫിയാസിസ്, OFSS. അപ്പോൾ ഈ ഒരു IT കമ്പനികളിലേക്കായിരിക്കും നമ്മളിടുന്ന എമൗണ്ട് കൂടുതലായിട്ടും പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിൽ ഉള്ള സമയമുള്ളതനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും അടുത്ത ആഴ്ചയും ഇങ്ങനെയുള്ള ETF-കൾ ഫിൽറ്റർ ചെയ്തെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ നല്ല മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്ത് പതിയെ ഗ്രോത്ത് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാതെ ഒറ്റയടിക്ക് വന്ന് ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം എടുത്ത് അതിൻ്റെ അകത്ത് മൈക്രോ ട്രേഡിങ് ചെയ്യാതെ വലിയ ടൈം ഫ്രെയിമിൽ പ്ലാൻ ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ സക്സസ് ആകുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ വന്ന് പതുക്കെ ടൈം ഫ്രെയിം ചെറുതാക്കി വരിക. അപ്പം എത്ര വലിയ ടൈം ഫ്രെയിം നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതനുസരിച്ച് ചിലപ്പോൾ പ്രോഫിറ്റ് ഇച്ചിരി കുറവായിരിക്കും, ലോങ് ടൈമിലായിരിക്കും കിട്ടുള്ളൂ. പക്ഷേ ടൈം ഫ്രെയിം കൂട്ടുന്നതനുസരിച്ച്, കുറയ്ക്കുന്നതനുസരിച്ച് റിസ്ക് കൂടും, റിവാർഡും കൂടും. അപ്പം നിങ്ങൾ വലിയ ടൈം ഫ്രെയിമിൽ വിജയിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.